ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ്. മാത്രവുമല്ല, സെൻട്രൽ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റും പുതിയൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അവയുടെ അടിസ്ഥാനത്തിൽ ഈ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ എടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വീഡിയോയിലേക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് സേഫ്റ്റിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതും അത്ര മോശമുള്ള പോസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ചില മെസ്സേജുകൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലുണ്ട്. നമുക്കറിയാം, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ്. ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ലെവൽ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തുന്നതായതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ ഇവയുടെ എക്സാമിനേഷൻ ഡേറ്റ് കൂടി വരും. മാത്രവുമല്ല, ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി അതിനുശേഷം നോട്ടിഫിക്കേഷൻ അപ്ലൈ ഒക്കെ ചെയ്ത ശേഷമായിരിക്കും നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ മാറിയിരിക്കുന്ന സാഹചര്യം. ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷനിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ചിലപ്പോൾ 1.5 മാസം അല്ലെങ്കിൽ 2 മാസം തികച്ച് കിട്ടില്ല പഠിക്കാൻ എന്നുള്ളതാണ്. എന്നാൽ എക്സാമിനേഷന്റെ നിലവാരമോ വളരെ ഉയർന്ന നിലവാരമായിരിക്കും. ഈ ഒരു നിലവാരത്തിലുള്ള ഒരു എക്സാമിനേഷൻ ഒന്നും ഒരിക്കലും നമുക്ക് ഈ മതിയായ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ ഒക്കില്ല. അപ്പോൾ എന്ത് വേണം? ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനെ വർഷങ്ങളായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരോടൊപ്പം നമ്മൾ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ അവർ തയ്യാറെടുക്കുന്ന പോലെ തന്നെ നമ്മളും തയ്യാറെടുക്കണം. അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു എക്സാമിനേഷന്റെ സിലബസ് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഈ ഒരു എക്സാമിനേഷന്റെ ഏറെക്കുറെ സിലബസ് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ കോർ ഏരിയാസ് കൃത്യമായിട്ട് പഠിച്ച് ഈ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ടിരുന്നാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എക്സാമിനേഷനിൽ റിവിഷൻ ചെയ്യുന്ന പോലെ റിവിഷനും ഒപ്പം തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകളും ഇതിന് സമാനമായിട്ടുള്ള മറ്റ് എക്സാമിനേഷന്റെ ചോദ്യ പേപ്പറുകളും ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. മാത്രവുമല്ല, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന റാങ്കിൽ എത്തുവാനും കഴിയുള്ളൂ. അത്തരത്തിലാണ് ഈ ഒരു എക്സാമിനേഷന്റെ രീതി പോകുന്നത്. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 23 ഡിസംബറും ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് മാർച്ച് 8-നുമാണ്. അതായത് നമുക്കറിയാം, ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങൾ ഒപ്പം മാർച്ചിന്റെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് തികച്ച 2 മാസങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിച്ചു തീർക്കണം. നമ്മളൊരു രാവും പകലും ഇരുന്ന് എഫർട്ട് ഇട്ടാൽ പോലും ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ വരുമെന്ന് അറിയാമെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ എന്ത് പറ്റും? ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് അനായാസേന ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം. നോട്ടിഫിക്കേഷൻ വന്നിട്ടാകരുത് പഠിക്കുവാൻ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോകണം. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് പ്രകാരം ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് കെമിസ്ട്രി യോഗ്യതയുള്ളവർക്ക്, ബയോ കെമിസ്ട്രി യോഗ്യതയുള്ളവർക്ക്, മൈക്രോബയോളജി, ഡയറി കെമിസ്ട്രി, അഗ്രികൾച്ചർ സയൻസ്, ആനിമൽ സയൻസ്, ഫിഷറി സയൻസ്, ബയോ കെമിസ്ട്രി, ഫുഡ് സേഫ്റ്റി, ഫുഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഡയറി ടെക്നോളജി, ഓയിൽ ടെക്നോളജി, വെറ്റിനറി സയൻസ്. ഈ ഒരു യോഗ്യതയും ഒപ്പം തന്നെ എക്സ്പീരിയൻസും ഉള്ളവരാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുകയും ഇതിനുവേണ്ടി തയ്യാറെടുക്കുകയും വേണം. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയറിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയും തയ്യാറെടുക്കുകയും ചെയ്യാം. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ CFS എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ അവസാനത്തെ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതിൽ പേ സ്കെയിൽ 7th CPC പ്രകാരം തന്നെ വളരെ നല്ലൊരു സാലറി സ്കെയിലാണ് വരുന്നത്. മാത്രവുമല്ല, ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഏത് സമയവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ CBT 1-നെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഏതാണ്ട് 480 മാർക്കാണ് വരുന്നത്. 120 ക്വസ്റ്റ്യനിൽ നിന്നാണ്. CBT 2-ലേക്ക് വരുമ്പോൾ 80 ക്വസ്റ്റ്യനിൽ നിന്ന് 240 മാർക്ക് വരുന്നുണ്ട്. ശേഷം ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഒരു ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതിനായിട്ട് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ കേന്ദ്ര സർക്കാരിൽ തന്നെ നല്ല സാലറിയോട് തന്നെ ജോലി ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഒന്നുകൂടി പറയാം, ഓൾ ഓവർ ഇന്ത്യ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ തുടങ്ങുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാമിനേഷൻ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.